പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, സ്വാഗതം ആശംസിച്ച ശ്രീ രാംദാസ്, ഡോക്ടർ KA സീതി, ഡോക്ടർ വിഷ്ണു വാസുദേവൻ, ഡോക്ടർ MS മുസബ്ബ, സ്പെഷ്യൽ ഗസ്റ്റായി എനിക്ക് മുമ്പ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും എൻ്റെ അഭ്യർത്ഥന മാനിച്ച് എനിക്ക് ശേഷം പ്രസംഗിക്കാമെന്ന് നല്ല സന്മനസ് കാണിക്കുകയും ചെയ്ത PP കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തെ പോലെ എനിക്ക് തിരക്കില്ല, പക്ഷേ അദ്ദേഹത്തെ ഇരുത്തി ചില കാര്യങ്ങൾ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗിക്കാമെന്ന്. അദ്ദേഹത്തെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ എന്നെ അട്ടാതാകർഷിച്ച അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മുടെ റോഡിലെ കുണ്ടും കുഴിയൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ആ കരാറുകാരന് വേണ്ടി സർക്കാരിന് വേണ്ടി വാദിച്ച വക്കീലിനെ ഇങ്ങനെ അദ്ദേഹം കഷക്കി എറിയുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉഗ്രരൂപം വീണ്ടും കാണിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെക്കാൾ മുമ്പ് ഞാൻ പ്രസംഗിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നത്. അപ്പോൾ തീർച്ചയായും ശ്രീ PP കുഞ്ഞികൃഷ്ണൻ്റെ ഉള്ളിലുള്ള ആ രോഷം ഒന്നുകൂടി ഇങ്ങനെ കത്തി പുറത്ത് വരേണ്ട ഒരു സന്ദർഭമാണ് ഇത്. ഒരുപാട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ ബലിയർപ്പിക്കപ്പെട്ടു നമ്മുടെ റോഡുകളിൽ. അപ്പോൾ അദ്ദേഹം അന്ന് ആ വക്കീലിനോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ സ്മൃതിപത്രത്തിൽ ഇപ്പോഴും തെളിഞ്ഞു വരികയാണ്. വക്കീൽ പറഞ്ഞു മന്ത്രിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട് എന്ന്. അപ്പോൾ എന്താണ് അദ്ദേഹം ആ വക്കീലിനോട് മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞികൃഷ്ണനോട് പറയാനുള്ളത്, ഇനി ഒന്നുകൂടി ആ സിനിമ അല്ല, ഇപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മറ്റൊരു സിനിമ കൂടി നിങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അതുപോലെ തന്നെ മിസ്റ്റർ ജംഷീറുണ്ട്, ഇവിടെ ബൈജു ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ഡോക്ടർ നാരായണ നായക്ക്, അഡ്വക്കേറ്റ് മണികണ്ഠൻ നമ്പ്യാർ, അഹമ്മദ് ഷരീഫ്, വിഷ്ണു വാസുദേവൻ, ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ, ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി, ഡോക്ടർ ശില്പ, ശ്രീ സൈദു മുഹമ്മദ് തുടങ്ങി വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കാസർഗോഡിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ 14 ജില്ലകളിൽപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ്. പക്ഷേ മറ്റ് 13 ജില്ലകളിലുള്ള പുരോഗതിയും വികസനവും കാസർഗോഡ് എത്തിയിട്ടില്ല. ഇന്നലെയാണ് നമ്മുടെ ജില്ലയുടെ 41ാം പിറന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ ഈ 41 വർഷത്തിനുള്ളിൽ ഒരു ജില്ല എന്ന നിലയിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. 13 ജില്ലകളിൽ ഉണ്ടായിട്ടുള്ള വികസനം ഇതുവരെ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ജനപ്രതിനിധികൾ വീറോടെ ആ കാര്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ശബ്ദം കേൾക്കാനും അതുപോലെ തന്നെ കാസർകോട്ടെ ജനങ്ങളുടെ അർഹമായ അവകാശങ്ങൾ അനുവദിച്ചു തരുന്ന കാര്യത്തിലും മാറി മാറി വരുന്ന സർക്കാരുകൾ അമാന്തം കാണിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2013 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇന്നും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ എത്രമാത്രം പിന്നോക്കമാണ് എന്നും എത്രമാത്രം ദുരിതമാണ് ഈ മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്നതെന്നും കൊറോണ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എത്രയോ ആളുകൾ ഇവിടെ ചികിത്സ ലഭിക്കാതെ മംഗലാപുരത്തേക്ക് പോകാൻ ഒരുമ്പെട്ടപ്പോൾ അവിടെ ഇങ്ങനെ കർണാടക സർക്കാർ അതിർത്തി അടച്ചു. ആ അതിർത്തിയിൽ ആംബുലൻസിൽ പോലും പിടഞ്ഞു വീണ് നമ്മുടെ സഹോദരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാസർഗോട്ട് ഈ ഒരു പുതിയ സംരംഭം കൊണ്ടുവന്ന മൗലാന ആസ്പത്രി അധികൃതരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മൗലാന ആശുപത്രിയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ എണ്ണപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ് മൗലാന ആശുപത്രി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മൗലാന ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഓർമ്മയിലും ഓടിയെത്തുന്ന ഒരു പേരാണ് നാലകത്ത് ഷെയ്ഖ് അഹമ്മദ് ഹാജി. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന് ബീജാവാപം നൽകിയത്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. അപ്പോൾ 1990 ഈ സ്ഥാപനം
ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന രണ്ട് മഹത് വ്യക്തികളാണ് എൻ മുഹമ്മദ് അലിയും അതുപോലെ തന്നെ എൻ അബ്ദുൽ റഷീദും. അവരുടെയും സേവനങ്ങളെ പുകഴ്ത്തുവാനും അവരുടെ സേവനങ്ങളെ വിലമതിക്കുവാനും കൂടിയുള്ള ഒരവസരമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം പി കുഞ്ഞികൃഷ്ണനോട് ഞാൻ നൽകിയ ഉറപ്പാണ് ഞാൻ പെട്ടെന്ന് നിർത്താം എന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരുപാട് രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഒരുപാട് രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇന്ന ആളുകൾക്ക് ഇന്ന രോഗമാണ് എന്ന്. അത് ജീവിതത്തിൽ ആ രോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഈ നമ്മൾ ഇപ്പോൾ പ്രമേയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രമേയത്തിന് ഇൻസുലിനും വേണ്ട, അതുപോലെ തന്നെ ഗുളികയൊന്നൊക്കെ വേണ്ട എന്ന് ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമിതവണ്ണം, ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അമിതവണ്ണമുള്ള ആളുകൾക്ക് തീർച്ചയായും അവർ എത്രമാത്രം മാനസികമായ ഒരു സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അമിതവണ്ണമുള്ള ആളുകൾ പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള മരുന്നുകൾ പല ആളുകളും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ തന്നെ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. തീവണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ആളുകളോട് നമ്മൾ പറയും എനിക്ക് പ്രമേയമുണ്ട്, എനിക്ക് മുട്ടുവേദനയുണ്ട് എന്ന്. അപ്പോൾ ആ തീവണ്ടിയിൽ 60 ആളുകളുണ്ടെങ്കിൽ 60 ആളുകളും ഓരോ മരുന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇപ്പോൾ ഞാനും അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് പ്രമേയമുണ്ടോ മുട്ടുവേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഓരോ ആളുകളും ഓരോ മരുന്ന് പറഞ്ഞു. ഇപ്പോൾ എന്നോട് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പ്രമേയമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഒരു പ്രമേയം എനിക്കില്ല എന്ന് പറയും. നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഞാനൊരു ദുർനടപ്പുകാരനാണെങ്കിൽ ഞാൻ അവരോട് പറയും എനിക്ക് മുട്ടുവേദന ഇല്ല എന്ന്. കാരണം ഓരോ ആളുകളും ഓരോ മരുന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ അമിതവണ്ണം കുറക്കാനും അതുപോലെ തന്നെ പ്രമേയം ഇല്ലാതാക്കാനും പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രി ഇപ്പോൾ നമ്മുടെ കാസർഗോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സംവിധാനം കാസർഗോഡിന് വളരെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരോഗ്യ മേഖലയിൽ വളരെ പിന്നോക്കാവസ്ഥ പേറിക്കഴിയുന്ന കാസർഗോഡിനെ അവർ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുത്തതിൽ മൗലാന ആശുപത്രി അധികൃതരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സേവനം കാസർഗോഡിന് ഗുണകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു.